ലോകത്തിലെ ഏറ്റവും വലിയ IPO ഇപ്പോൾ അമേരിക്കയിൽ ലാൻഡ് ആകാൻ പോവുകയാണ്. IPO എത്ര വലിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ IPO സൗദി അറാംകോയുടെ ആയിരുന്നു. സൗദി അറാംകോയെക്കാട്ടിലും 2.5 മടങ്ങ് കൂടുതലാണ് ഈ പുതിയ IPO വരാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെയുള്ള IPOകളിൽ ഏറ്റവും വലിയ IPO ആയിരുന്നു ഹുണ്ടായി മോട്ടോർ കോർപ്പറേഷൻ്റെ. അതിനെക്കാട്ടിലും 23 മടങ്ങ് വലിയ ഒരു IPO ആണ് വരാൻ പോകുന്നത്. ഇതാരുടെ IPO ആണ്? അതെ, ഇത് ഇലോൺ മസ്കിൻ്റെ കമ്പനി സ്പേസ് എക്സിൻ്റെ IPO ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പല പ്രേക്ഷകർ മെയിലിനകത്തും അല്ലെങ്കിൽ കമൻസ് കോളത്തിനകത്തും സ്പേസ് എക്സിനെ പറ്റി ഒന്ന് പറയാമോ, അത് വാങ്ങണോ വേണ്ടായോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണമെന്ന് പറഞ്ഞ് പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഐ തോട്ട് അതൊരു നല്ലൊരു കാര്യമാണല്ലോ. സ്പേസ് എക്സിനെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിലെ IPO ഇച്ചിരി വ്യത്യാസമാണ് വെൻ കമ്പയർ ടു US IPO. ഇന്ത്യയിലെ IPOയിൽ എങ്ങനെയാണ്? അതിൻ്റെ IPOയുടെ നോട്ടിഫിക്കേഷൻ വരും, ഒരു ദിവസം തൊട്ട് IPO ഓപ്പൺ ആകും, പിന്നെ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോട്ടറി സിസ്റ്റത്തിനകത്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ അത് ട്രേഡിംഗ് വിൻഡോയിലോട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്ന വേറെ ഒരു ദിവസമാണ്. അന്നേരം അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഇന്ത്യയിലെ IPO അങ്ങോട്ട് നീങ്ങുന്നത്. എന്നാൽ അമേരിക്കയിലോ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇന്ത്യയിലെ IPOയ്ക്കകത്ത് 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോട്ട എന്ന് പറഞ്ഞൊരു കോട്ട ഉണ്ട്. ആ കോട്ടയ്ക്കകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ IPO ഇങ്ങനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സ്പെഷ്യൽ കോട്ട ഒന്നുമില്ല. വന്നിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ IPO എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭീമന്മാരാണ് ഒറ്റയടിക്ക് പോയി വാങ്ങുന്നത്. ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, അല്ലാതെ റീറ്റെയിലുകാർക്ക് സ്പെഷ്യൽ കോട്ട ഒന്നുമില്ല. എന്നിട്ട് അത് ഡയറക്റ്റ് ബ്രോക്കേഴ്സിൻ്റെ മുമ്പിലായിട്ടാണ് കൊണ്ട് ഇടുന്നത്. അന്നേരം ആ ബ്രോക്കേഴ്സാണ് ടോട്ടലി അത് ഓപ്പൺ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതും. അവർക്ക് വേണ്ടി അത് അവരങ്ങ് ആദ്യം എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇന്ന തിരവുകൾ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പലർക്കും കൊണ്ടു കൊടുക്കും. എന്നിട്ട് അതിനകത്താണ് റീറ്റെയിലേഴ്സ്, നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട റീറ്റെയിലേഴ്സ് പോയിട്ട് ഇത് വേണോ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വാങ്ങുന്നത്. അങ്ങനെയാണ് അമേരിക്കയിലെ IPOയും ഇന്ത്യയിലെ IPOയും തമ്മിൽ വ്യത്യാസം. ഡേറ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന ജൂൺ 12 അത് IPO ഫ്ലാഷ് ആകുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു ഇന്ത്യക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പേസ് എക്സ് കമ്പനി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയും പേര് വിചാരിക്കും ഇത് ബഹിരാകാശ വിക്ഷേപണ ഒരു കമ്പനിയാണ്. അങ്ങനെ സ്പേസിൽ റോക്കറ്റ്സ് വിടും, എന്നിട്ട് അന്തരീക്ഷത്തിൽ ഈ ആസ്ട്രോനോട്ട്സും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിടുക, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് സ്പേസ് എക്സിൻ്റെ പരിപാടി. പക്ഷേ സ്പേസ് എക്സ് വെറും ഈ അന്തരീക്ഷത്തിലോട്ട് വിക്ഷേപണം ചെയ്യുന്ന റോക്കറ്റ്സിൻ്റെ ആ ഒരു പരിപാടി മാത്രമല്ല, അതിന് വേറെ 2 ബ്രാഞ്ചസും കൂടെ ഉണ്ട്. ഈ ബ്രാഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ഒരു അണ്ണനുണ്ട്. സ്റ്റാർലിങ്ക് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് എക്സ്പ്ലോഷൻ നടത്തിയിരിക്കുന്ന കമ്പനി. എന്ത് ചെയ്യും? ഇങ്ങനെ സാറ്റലൈറ്റ്സ് വിക്ഷേപണം ചെയ്തിട്ട് അത് ബഹിരാകാശത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും. എന്നിട്ട് അത് ബീമിങ് ചെയ്യും, ലേസർ ബീം വഴി. എന്നിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഒക്കെ തരുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്, സ്റ്റാർലിങ്ക്. അങ്ങനെ അത് വലിയൊരു നെറ്റ്വർക്കാണ്, നമ്മുടെ ബഹിരാകാശത്ത് ഇങ്ങനെ കടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത്രമാത്രമല്ല, നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ട്വിറ്റർ എന്ന് പണ്ട് പറഞ്ഞു, എക്സ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വെബ്സൈറ്റ് ആണല്ലോ. വെബ്സൈറ്റ് അല്ല, ഒരു ഫുൾ സിസ്റ്റമാണ്. അവിടാണ് ലോകത്തിലെ നേതാക്കന്മാർ അവരുടെ പോളിസീസും അവർക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടമില്ലാത്തതൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം. അന്നേരം എക്സിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട്, AI. അത് ഗ്രോക്കാണ്. അതിൻ്റെ ഫുൾ പേരെന്ന് വെച്ചാൽ XAI ആണ്. ഇതൊക്കെ കൂടെ
കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇലോൺ മസ്ക് പിടിച്ചിട്ട് ഈ സ്പേസ് എക്സിനകത്തോട്ട് കയറ്റി വെച്ചു. അപ്പോൾ ഇതിനകത്ത് 3 സെപ്പറേറ്റ് കമ്പനീസാണ്. പക്ഷേ ഇതെല്ലാം ഒരു വൻ ഭീമൻ കമ്പനിയായി മാറുകയാണ്. ഒരെണ്ണം സ്പേസ് എക്സ്, അതിൻ്റെ കോർ ബഹിരാകാശത്തുള്ള വിക്ഷേപണ പരിപാടി, പിന്നെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് അങ്ങനെയൊക്കെയുള്ള പരിപാടി, പിന്നെ XAI അല്ലെങ്കിൽ എക്സ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇങ്ങനെ 3 സാധനം കൂടെ ഒരുമിച്ചിരിക്കുന്നു. പിന്നെ അധികം താമസിയാതെ ടെസ്ല എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതും ഇലോൺ മസ്കിൻ്റെ വേറെ ഒരു കമ്പനിയാണ്. ഇത് ഫുള്ളി IPO ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് ടെസ്ലയും കൂടെ പയ്യെ അകത്തോട്ട് കയറ്റുമെന്നാണ് അനലിസ്റ്റ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഇത് വലിയൊരു ഭീമൻ കമ്പനിയായിട്ട് മാറും. ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യുവേഷൻ 1.75 ട്രില്യൺ ആണ്. 1.75 ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിനെ മെറ്റയെക്കാട്ടിലും ഒക്കെ വലിയതാണ്. അങ്ങനെ വലിയൊരു കമ്പനി തുടക്കത്തിൽ തന്നെ സ്പ്ലാഷ് അടിക്കാൻ പോവുകയാണ്. ഇതാണ് സ്പേസ് എക്സ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 12 ഇത് ഓപ്പൺ മാർക്കറ്റിൽ വരുമ്പം അടിപിടിയെന്ന് പറഞ്ഞ് വാങ്ങേണ്ട കാര്യം ഒന്നുമില്ല. നിങ്ങൾക്ക് അത്രമാത്രം അത്യാവശ്യമാണെങ്കിൽ അതൊന്ന് മുകളിലോട്ട് പോകും. ഭയങ്കര ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്താണല്ലോ വരുന്നത്. അന്നേരം സാധാരണപ്പെട്ട ഗതിയിൽ തന്നെ ഭയങ്കര ഡിമാൻഡൊക്കെ വരും. ഒന്ന് മുകളിലോട്ട് വെച്ച് പിടിച്ച് പോകും. എന്നിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് താഴോട്ട് പയ്യെ വന്നിട്ട് ഒരു സ്ഥലത്ത് അങ്ങ് സെറ്റിലാകും. അങ്ങനെയാണ് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത്. പക്ഷേ അത്രമാത്രം നിങ്ങളുടെ ഈ കുറേയേറെ ഫണ്ട്സ് ഉണ്ട്, അതങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ വാങ്ങണം, എന്നിട്ട് അതിൻ്റെ ആ ഇനീഷ്യൽ മൊമെൻറ്റത്തിനകത്ത് പിടിച്ചിട്ട് മുകളിൽ പോയി വിൽക്കണമെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡമാണ്. പക്ഷേ നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പം അത് നല്ലൊരു റേറ്റിൽ വാങ്ങണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. എന്നാൽ വേറെ ഒരു രീതിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ജൂൺ 12 വരെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിൻ്റെയോ ടെസ്ലയുടെയോ ഷെയർ ഉണ്ടോ? ഗൂഗിളിന് ഈ സ്പേസ് എക്സിനകത്ത് 5% സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ആൽഫബറ്റിൻ്റെ സ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെസ്ലയുടെ സ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി സ്പേസ് എക്സിൻ്റെ ഒരു മിനിമം ഓഹരിക്കാരാണ്. ഓർ യു ആർ എ വെരി 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 മൈനർ ഹോൾഡർ ഫോർ സ്പേസ് എക്സ് ആസ് വെൽ. അപ്പോൾ സ്പേസ് എക്സ് മുകളിലോട്ട് പോകുമ്പം അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ഗൂഗിളിൻ്റെ സ്റ്റോക്സിനകത്തും വരുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ സ്പേസ് എക്സ് താഴോട്ട് പോയി കഴിയുമ്പോഴും ഗൂഗിളിൻ്റെ സ്റ്റോക്കിനകത്ത് അതൊരു കൊച്ചു പ്രതിഫലനം വന്നിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് IPOയ്ക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗൂഗിൾ ആസ് സച്ച് ഒരു വളരെ നല്ല സ്റ്റോക്കാണ്. ഇനി വരുവാനിരിക്കുന്ന കാലത്തും ഗൂഗിൾ നല്ലപോലെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ വാങ്ങിച്ച് അതിൻ്റെ ഒരു ഓഹരിക്കാരും ആകാം. ഇപ്പോൾ ഈ IPOയുടെ സൈസിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ഇന്നത്തേക്ക് വരെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഹുണ്ടായി മോട്ടോർ കോർപ്പറേഷൻ്റെ ആയിരുന്നു ഏറ്റവും വലിയ IPO. അതിനു മുമ്പേ LICയുടെ ഒരു IPO വന്നായിരുന്നു. അതിനു മുമ്പേ പേടിഎമ്മിൻ്റെ ഒരു IPO വന്നായിരുന്നു. ഇവരൊക്കെ ആ സമയത്ത് ഏറ്റവും വലിയതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് സത്യമായിട്ടും നമ്മൾ ഈ ഗ്ലോബൽ IPOസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ മിനിസ്ക്യൂളായിട്ട് നമുക്ക് കാണപ്പെടും. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ അല്ലെങ്കിൽ ഈ സ്പേസ് എക്സിൻ്റെ ഫുൾ വാല്യുവേഷൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയാണെന്ന് അറിയാം? $1.75 ട്രില്യൺ കമ്പനിയാണ്. എന്നാൽ ഇന്ത്യയുടെ ടോട്ടൽ ആ GDP എത്ര ഉണ്ട്? 4 ട്രില്യൺ. അതായത് ഇന്ത്യയുടെ ആ ടോട്ടൽ GDPയുടെ പകുതിയെക്കാട്ടിലും ഇച്ചിരി കുറവാണ്. പക്ഷേ 1.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീമമായ ഒരു നമ്പറാണ്. നമ്മുടെ മെറ്റയും ആമസോണും ഒക്കെ അതിനെ വെച്ച് കവച്ച് വെക്കുന്ന ഒരു നമ്പറാണ് ഈ സ്പേസ് എക്സിൻ്റെ ആ ഒരു വാല്യുവേഷൻ. അപ്പോൾ 1.75 ട്രില്യൺ ആ ഒരു കമ്പനിക്കകത്തു നിന്ന് വെറും 75 ബില്യനാണ് പബ്ലിക്കിന് ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അന്നേരം പബ്ലിക്കിനകത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് അടിച്ചു മാറ്റും. പിന്നെ റീറ്റെയിലേഴ്സിന് എന്ത് കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അത്രമാത്രം ഭീമനായ ഒരു IPO ആണ്. ഇപ്പോൾ ഈ ഗ്രാഫ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തെങ്കിലേ അതിൻ്റെ ആ സൈസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ നോക്കുക. ഈ ഏറ്റവും വലിയ സ്പേസ് എക്സിൻ്റെ ആ ഒരു ഓറഞ്ച് ഗ്രാഫ് ഉണ്ടല്ലോ, അതാണ് $75 ബില്യൺ ഗ്രാഫ്. അതിൻ്റെ ഇപ്പുറത്തോട്ട് റൈറ്റ് വശത്തോട്ട് കിടക്കുന്ന ഏതാണ്? സൗദി അരാംകോയുടെ. അതാണ് 29.4 ബില്യൺ ഗ്രാഫ്. സൗദി അരാംകോ ആയിരുന്നു ഇന്നത്തേക്ക് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ സൗദി അരാംകോ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ IPO ഇറക്കിയിട്ടുള്ള കമ്പനി. അന്നേരം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് IPOൻ്റെ ആ ലിസ്റ്റ് ഒന്ന് നോക്കണം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO നടത്തിയതാണ് ഹുണ്ടായി മോട്ടോർ കോർപ്പറേഷൻ്റെയാണ്. അത് ഈ ഡോളർ റേറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ $3.26 ബില്യൺ. എന്നിട്ട് ഹുണ്ടായി മോട്ടോർ കോർപ്പറേഷൻ ഏറ്റവും വലിയതായി കിടക്കുമ്പം അതിന് മുമ്പായിട്ടുള്ള ഏതായിരുന്നു? LIC $2.15 ബില്യൺ ആയിരുന്നു. എന്നാൽ അതിനു മുമ്പേ Paytm ഒക്കെ വന്നായിരുന്നു. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് വരും, പക്ഷെ ഓരോന്നോരോന്ന്. പക്ഷെ കമ്പയർ ടു ഇന്ത്യയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഈ സ്പേസ് എക്സ് ഒക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ഗ്രാഫിനകത്ത് നമ്മൾ വെറും ആ ബോട്ടമിലെ ഒരു സ്ക്രേപ്പറായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഒരു വലിയൊരു മാൻഷൻ ഒരാൾക്കുണ്ടെങ്കിൽ, ഒരു മെനി തൗസൻഡ്സ് ഓഫ് റൂമുള്ള ഒരു മാൻഷനുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്തു നിന്ന് ഒരു 5 റൂം വിൽക്കുന്നത് പോലെ ഉള്ളൂ ഈ IPOയ്ക്കകത്ത് അദ്ദേഹം ഈ $75 ബില്യൺ IPO ഇറക്കുന്നത്. ബാക്കിയെല്ലാം പുള്ളിയുടെ പോക്കറ്റിൽ തന്നെയാണ്. എന്നിട്ട് വോട്ടിംഗ് സ്റ്റേക്കും പുള്ളിയുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്തിട്ട് ഇലോൺ മസ്കിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ഇതിനകത്ത് നമ്മളൊരു സ്റ്റേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇലോൺ മസ്കിൻ്റെ ആ വിഷനോട് താരതമ്യപ്പെടുത്തി നമ്മൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. അല്ലാതെ വി കനോട്ട് ചേഞ്ച് എനിത്തിങ് ഇൻ ദിസ് കമ്പനി. ഈ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ കോറിനകത്ത് ഇരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ഷേപണങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ബഹിരാകാശത്തിൽ പോയിട്ട് സ്പേസ് യാത്ര നടത്തുന്നു, സ്പേസിൽ റിസർച്ച് നടത്തുന്നു. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ ആ ചിന്ത മുകളിലോട്ട് പോയിട്ട് മൂണിൽ തന്നെ ഒരു സ്പേസ് സ്റ്റേഷൻ, വലിയൊരു സ്പേസ് സ്റ്റേഷൻ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറകിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ യന്ത്രം ഇപ്പോൾ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ ഒരു റോക്കറ്റാണ്. അത് റീയൂസബിൾ ആണ്. അത് മുകളിൽ പോയിട്ട് പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു 4 പേര് പോയിട്ട് വന്നായിരുന്നല്ലോ. അവർ പസഫിക് സമുദ്രത്തിലാണല്ലോ പോയി പിന്നെയും ഇറങ്ങിയത്. അന്നേരം അത് നാസ ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ? ഈ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഗവൺമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, US ഗവൺമെൻറ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മറ്റ് പല ഏജൻസീസിനും ബഹിരാകാശത്ത് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. എന്നിട്ട് ഫൈനലി മൂൺ, പിന്നെ മാർസ്, ഇതാണ് ഇലോൺ മസ്കിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഫൈനൽ എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയാണ് പ്ലാൻ. എന്നിട്ട് ആ പ്ലാൻ നമ്മൾ ചുമ്മാതെ ചില മൈൻഡ്സിൽ പ്ലേ ചെയ്യുന്ന പ്ലാൻ അല്ല, പുള്ളി റിയലി അത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അന്നേരം ഈ സ്പേസ് എക്സ് അല്ലെങ്കിൽ ആ ബഹിരാകാശത്ത് പോകുന്ന വിക്ഷേപണങ്ങളും പിന്നെ അവിടെ നിന്ന് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ സ്പേസ് ടൂറിസവും സ്പേസ് സ്റ്റേഷൻസും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വരുമാനത്തിൻ്റെ മാർഗമാണ് ഇലോൺ മസ്ക് കാണുന്നത്. ഇപ്പോൾ ആ കമ്പനിയുടെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇലോൺ മസ്ക് S1 ഫയലിംഗ് ചെയ്തിരുന്നു. അതിനകത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കമ്പനിക്കകത്ത് മെയിൻ റവന്യൂ ഏണിംഗ് ആ ഒരു സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർലിങ്ക് ആണ്. ഇൻ്റർനെറ്റ് വിറ്റിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബഹിരാകാശത്തുനിന്ന് ബീം ചെയ്ത് ആ വിൽപ്പനയ്ക്കകത്ത് ഉണ്ടാക്കുന്ന പണമാണ് ബിഗ്ഗസ്റ്റ് മേക്കർ. അന്നേരം അതിനകത്ത് $18.67 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത്. അത് ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 33% ഗ്രോത്ത് ഉണ്ട് ആ റവന്യൂ സെക്ഷനകത്ത്. എന്നിട്ട് അന്നേരം ഈ കമ്പനിക്ക് $8 ബില്യൺ ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ആ ലാഭമൊക്കെ വെട്ടിക്കുറച്ചിട്ട് നഷ്ടത്തിലായി. 4.9 ബില്യൺ ലോസിലോട്ട് വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ XAI എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഗ്രോക്ക്, ഇവനെ പിടിച്ച് ഈ സ്പേസ് എക്സിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് XAIയുടെ മെയിൻ്റനൻസിനകത്ത് $6.35 ബില്യൺ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കാപ്പെക്സ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹിരാകാശത്ത് തന്നെ അവർ ഡാറ്റാ സെൻറ്റേഴ്സ് തുടങ്ങാനുള്ള പരിപാടി വെച്ചിട്ടുണ്ട്. അന്നേരം അതും കൂടെ നടക്കുന്നുണ്ട്. അന്നേരം ബഹിരാകാശത്ത് ഡാറ്റാ സെൻറ്റേഴ്സ്, ഇവിടെ ഭയങ്കരമായിട്ട് വസ്തു മേടിച്ചിട്ട് ഈ ഭൂമിയിൽ തന്നെ ഭയങ്കരമായിട്ട് പവറും കൺസ്യൂം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കൂളിങ്ങിന് എനർജിയൊക്കെ വേസ്റ്റ് ചെയ്യുന്ന ആ പരിപാടി വിട്ടിട്ട് എലോൺ മസ്ക് എപ്പോഴും ഒരു വിഷണറിയാണ്. ഇനി വരുവാനിരിക്കുന്ന കാലത്ത് നമ്മൾ എങ്ങനെ പുരോഗമിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു മനുഷ്യനാണ്.
അന്നേരം അദ്ദേഹം പറഞ്ഞത് ഈ XAIയുടെ ആ ഗ്രോക്കിൻ്റെ ആ ഫുള്ള് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അത് ഭൂമിയിൽ തൽക്കാലം ഇരിക്കട്ടെ, പക്ഷേ ഇവിടുന്ന് ഞാൻ പൊക്കിക്കൊണ്ട് പോവുകയാണ് ബഹിരാകാശത്ത്. അന്നേരം ഇത് പയ്യെ ബഹിരാകാശത്തോട്ടങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം നമുക്ക് പവറിന് വേണ്ടി, ബിക്കോസ് ഇതിൻ്റെ ഫുൾ ആ മോസ്റ്റ് എക്സ്പെൻസീവ് പാർട്ട് ഓഫ് എ ഡാറ്റാ സെൻറ്റർ ഈസ് പവർ. അവിടെ പവറിൻ്റെ പ്രശ്നമില്ല. അവിടെ സൂര്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പോലും ഹിറ്റ് ചെയ്യാതെ നല്ലപോലെ പവർ കിട്ടുന്ന സ്ഥലത്താണ് ഈ ബഹിരാകാശം എന്ന് പറയുന്നത്. അന്നേരം ഇത് മൂവിങ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ് ഡാറ്റാ സെൻറ്റർ. മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 എപ്പോഴും സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കും. അതും ഭൂമിയുടെ ആ സൂര്യപ്രകാശമല്ല, ഭൂമിയിലെ ഈ അറ്റ്മോസ്ഫിയർ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പല റേസൊക്കെ വെട്ടിയല്ല നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നത്. എന്നാൽ അവിടെ ആ പരിപാടിയില്ല, സ്ട്രൈറ്റ് ഡയറക്റ്റ് ഫുൾ പവറിലാണ് പവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം സോളാർ സെൽസ് അതേ രീതിയിൽ നിർമ്മിച്ചിട്ട് ആ സോളാർ സെൽസിൽ നിന്നാണ് അവർക്ക് ഈ ഡാറ്റാ സെൻറ്റർ പവർ ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ കിട്ടുന്നത്. അത്രമാത്രമല്ല, അതിനകത്ത് ബഹിരാകാശത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ കൂളിങ്ങിൻ്റെ പ്രശ്നവുമില്ല. ഇവിടെ എന്താണ്, ഇത് ഭയങ്കരമായിട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട് പിടിക്കും, എന്നിട്ട് അത് കൂൾ ചെയ്യണം. പക്ഷെ ബഹിരാകാശത്ത് ഈ കൂളിംഗ് പ്രശ്നമില്ല, അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി കോൾഡ് ആണ്. മനസ്സിലായല്ലോ? അന്നേരം ആ ഒരു പ്രശ്നവും ഇല്ല, പവറും നല്ലപോലെ കിട്ടുന്നുണ്ട്. അന്നേരം അതാണ് ഇലോൺ മസ്കിൻ്റെ വിഷൻ. അന്നേരം അതിനുവേണ്ടി നല്ലപോലെ ക്യാപെക്സ് ചിലവാകുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അധികം താമസിയാതെ അതിനും റിസൾട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റഡ് എബിറ്റ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു $6.58 ബില്യൺ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ IPO വാല്യുവേഷൻ 1.75 ട്രില്യൺ ടു 2 ട്രില്യൺ ആണ് ഇതിൻ്റെ ആ ഒരു IPOയുടെ വാല്യുവേഷൻ വന്നിരിക്കും. ഇപ്പോൾ സ്പേസ് എക്സിനെ കുറിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് നല്ലൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ നഷ്ടത്തിൽ പോകുന്നതിൻ്റെ കാരണം ക്യാപെക്സ് ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. അങ്ങനെ ക്യാപെക്സിനകത്ത് നഷ്ടത്തിന് പോവുകയാണെങ്കിൽ അത് വീണ്ടും ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കുവാനായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാപെക്സ് എന്ന് വെച്ചാൽ ഇപ്പോഴും XAIയുടെ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഡാറ്റാ സെൻറ്റേഴ്സും അവരുടെ സ്റ്റാക്സും ഒക്കെ OpenAIക്കും മറ്റ് കമ്പനികൾക്കും ഒക്കെ ഈവൻ റെൻറ്റലിലാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, ബിക്കോസ് ഗ്രോക്ക് അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് റെൻറ്റലായിട്ട് പോലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇലോൺ മസ്ക് ഒരിക്കലും ഒരു നഷ്ട പരിപാടിക്കകത്ത് പോകത്തില്ല. ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ധാരാളം തുടക്കത്തിൽ വരേണ്ടി വന്നിരിക്കും, ബട്ട് സ്റ്റിൽ ഇലോൺ മസ്ക് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടത്തിനകത്ത് ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ സ്പേസ് എക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനകത്ത് ഭയങ്കര വോളറ്റൈലിറ്റി നമ്മൾക്ക് കാണാൻ കിട്ടും. അതൊന്ന് സ്റ്റേബിലൈസ് ആയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല പറ്റിയ ഒരു കമ്പനിയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.